നമസ്കാരം. മണ്ണിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഡയറി ഫാം തുടങ്ങിയ ഒരു കർഷകനെക്കുറിച്ചാണ് ഇത്തവണ ആദ്യം. കോഴിക്കോട്ടെ മലബാർ ഗ്രൂപ്പിൻ്റെ ജൈവ കൃഷിയും ഈ ലക്കത്തിൽ കാണാം. കഠിനാധ്വാനത്തിലൂടെ ക്ഷീരോത്പാദന രംഗത്ത് വിജയം കൈവരിച്ചയാളാണ് പത്തനംതിട്ട തെങ്ങമത്തെ വിജയൻ. വിജയൻ്റെ ഡയറി ഫാമിൽ 400 ലിറ്ററിലധികം പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഗ്രാമമാണ് തെങ്ങമം. ഇവിടെയാണ് വിജയ ഫാം പ്രവർത്തിക്കുന്നത്. പതിനഞ്ച് വർഷക്കാലം സൗദി അറേബ്യയിലെ റിയാദിൽ ജോലി ചെയ്ത ശേഷമാണ് വിജയൻ നാട്ടിലെത്തിയത്. ഒരു ഡയറി ഫാം എന്നത് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. സഹോദരി ഗീതയും ഭർത്താവ് സന്തോഷുമാണ് ഫാം തുടങ്ങാനുള്ള സ്ഥലം വിട്ടുകൊടുത്തത്. പശുക്കളുമായിരുന്നു തുടക്കം. ഇതിൽ രണ്ടും അസുഖം വന്ന് ചത്തു. എങ്കിലും ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ വിജയൻ ഒരുക്കമായിരുന്നില്ല. കഠിനാധ്വാനം വൈകാതെ ഫലം കണ്ടു. ഇപ്പോൾ 65 പശുക്കളാണ് ഫാമിലുള്ളത്. ദിവസം ശരാശരി 400 ലിറ്ററോളം പാൽ സൊസൈറ്റിയിൽ വിൽക്കുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. 15 വർഷക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത്, സൗദി അറേബ്യ റിയാദിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചുനാൾ തൊട്ടേ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഫാം നടത്തണമെന്ന്. അപ്പോൾ 15 വർഷത്തെ സേവനം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു. ആദ്യം 3 പശുക്കളുമായിട്ടാണ് തുടങ്ങിയത്. 3 പശുക്കളുമായിട്ട് തുടങ്ങിയ 2 എണ്ണവും ചത്തുപോയി. പിന്നെ ആ ഒരെണ്ണത്തെ വെച്ചിട്ട് ഇപ്പോൾ 65 പശുവിനകത്ത് എത്തി. ഇങ്ങനെ കഠിനാധ്വാനമാണ് ഇതിൻ്റെ പിന്നിലെ ഒരു മുഖ്യ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനോടുള്ള ഇൻട്രസ്റ്റും, പിന്നെ ശരിയായ രീതിയിൽ കൂടെ കഷ്ടപ്പെട്ടെങ്കിലേ ഇത് പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം വിയർപ്പ് തുള്ളി വീണാലേ ഏത് സംരംഭവും വിജയിക്കൂ എന്ന് വിശ്വസിക്കുന്ന കർഷകനാണ് വിജയൻ. തൊഴിലാളികളോടൊപ്പം മുഴുവൻ സമയവും ഫാമിൽ അധ്വാനിക്കും. പുലർച്ചെ 2 മണിക്കാണ് ഫാമിലെ ദിനചര്യകൾ തുടങ്ങുന്നത്. രാത്രി 2 മണിയാവുന്നുണ്ടെ ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ആദ്യ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകമെല്ലാം കോരി വൃത്തിയാക്കിക്കൊണ്ട് പശുക്കളെ മൊത്തത്തിന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിക്കൊണ്ട് കറവ തുടങ്ങും. അത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ വെള്ളം ആദ്യം അകിട്ടിലഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി അതിനുശേഷമാണ് കറവ തുടങ്ങുന്നത്. കറവ ഏതാണ്ട് ഒരു 5 മണിയാകുമ്പോഴത്തേന് കറവ കഴിയും. കറവ കഴിഞ്ഞതിന് ശേഷം തീറ്റ കൊടുക്കും. തീറ്റ 6 മണിയാകുമ്പോഴത്തേന് തീറ്റയുടെ പരിപാടിയും കഴിയും. പുല്ലും വെട്ടിയിട്ട് കൊടുക്കും. അതോടുകൂടി രാവിലത്തെ പരിപാടി കഴിഞ്ഞു. വീണ്ടും 11:30 ആകുമ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടി തുടങ്ങും. ആ രാവിലെ പറഞ്ഞ അതേ രീതിയിലുള്ള വിഷയങ്ങൾ ഉച്ചയ്ക്കും ചെയ്യും. അതിനുശേഷം 4:30-5 മണിയാവുന്നുണ്ടെ മൊത്തത്തിനും വെള്ളം കൊടുക്കും. ഒരു ദിവസം 3 പ്രാവശ്യം വെള്ളം, അത് നമ്മൾ ചരുവത്തിൽ വെള്ളം പിടിക്കാൻ കൊടുക്കുവാണ്. അങ്ങനെ 3 പ്രാവശ്യം കൊടുക്കും. അതുപോലെ 3 പ്രാവശ്യമാണ് ഇതിനെ പിന്നെ കുളിപ്പിക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 പ്രാവശ്യം കുളിപ്പിക്കും. അങ്ങനെ ആ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫാമിൻ്റെ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്ന തീറ്റപ്പുല്ലാണ് പശുക്കളുടെ മുഖ്യ ഭക്ഷണം.
4 ഏക്കർ സ്ഥലത്താണ് പുൽകൃഷി. ബാക്കി സ്ഥലത്ത് ചോളവും കൂടി കൃഷി ചെയ്യാനാണ് വിജയന്റെ പദ്ധതി. വേനൽക്കാലത്ത് മാത്രമേ വൈക്കോൽ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. പുൽകൃഷി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. കാര്യം കച്ചി മേടിക്കുന്നത് വളരെ കുറച്ച് മേടിക്കാറുള്ളൂ. സീസണിൽ ഒരു 2 മാസമേ കച്ചി മേടിക്കത്തുള്ളൂ. അത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് കച്ചി മേടിക്കുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം പുല്ല് ഇഷ്ടം പോലെ ഉണ്ടതിൻ്റെ പേരിൽ നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ചാണാനെ ഉണക്കി പൊടിച്ച് ജൈവവളമായിട്ട് വിൽക്കുന്നുണ്ട്. കാലിത്തീറ്റയും ഫാമിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ചോളവും ബിയർ വേസ്റ്റും പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് പശുക്കൾക്ക് തീറ്റ തയ്യാറാക്കുന്നത്. പശുവിൻ്റെ ആരോഗ്യത്തിനും പാലിന് കൊഴുപ്പ് കൂടാനും ഏറെ നല്ലതാണ് ഈ മിശ്രിതം. കാലിത്തീറ്റ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി ചെലവേ ഇതിന് വരുന്നുള്ളൂ. പത്ത് ലിറ്റർ പാൽ കറക്കുന്ന പശുവിന് 5 കിലോ തീറ്റ എന്നതാണ് കണക്ക്. ആ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയ എക്സ്പെൻസാണ്. അപ്പോൾ ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പകുതി ചിലവേ വരുന്നുള്ളൂ. പശുവിൻ്റെ ആരോഗ്യത്തിനും പാലിൻ്റെ കൊഴുപ്പിനും പാലിൻ്റെ വർധനയ്ക്കും ഇത് മൂന്നിനും നല്ല ഐറ്റമാണിത്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളത്തിൻ്റെ മാവ്, ചോളത്തിൻ്റെ തൊലി, അതിനുശേഷം ബിയർ ഉണ്ടാക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരു ലെയറായിട്ട് ആ ടാങ്കിനകത്ത് ഇട്ടിട്ട് ഓരോ ലെയറിലും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുത്ത ലെയറിൽ വീണ്ടും അങ്ങനെ ആണിത് ചവിട്ടി കൊള്ളിച്ചിട്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് വിജയൻ പശുക്കളെ വാങ്ങുന്നത്. ഇപ്പോൾ കൂടുതൽ പശുക്കളെയും തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കേരളത്തിൽ പശുക്കളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നാണ് വിജയന്റെ പരാതി. പശുവിനെ മേടിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നാണ്. കൊല്ലം, കൊട്ടാരക്കര, അതുപോലെ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങൾ, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നാണ് പശുക്കളെ ആദ്യം പോയി നോക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള പശുക്കളെ നമ്മൾ മേടിക്കും. ഇപ്പം 1 മാസത്തിന് മുമ്പ് 13 പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു. അത് 2 ദിവസത്തേക്ക് മുമ്പേ പോയി അതെല്ലാം കണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതിനെ വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പശുക്കൾക്ക് ക്രമാതീതമായിട്ട് വില അങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പശുക്കളെ മേടിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ 10 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് 75,000 രൂപയൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പശുവിനെ വാങ്ങിച്ച് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് അതിൽ നിന്നും കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് പശുക്കളെ ഇറക്കുന്നത്. പശുക്കളുടെ ചാണകം ഉണക്കിപ്പൊടിച്ച് ജൈവവളമായി വിൽക്കുകയാണ് പതിവ്. മഴക്കാലത്ത് ചാണകം സംഭരിക്കാനായി മേൽക്കൂരയുള്ള ചാണകക്കുഴി ഒരുക്കുന്നതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ഫാമിൽ നടക്കുന്നത്. സർക്കാർ ഏജൻസികളിൽ നിന്ന് സഹായം ലഭിക്കാത്തതുകൊണ്ടാണ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാത്തതെന്ന് വിജയൻ പറയുന്നു. പല കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ലെന്ന് വിജയന് പരാതിയുണ്ട്. ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. കാര്യം നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ആ രീതി കൂടെ ചെവിക്കൊള്ളാറില്ല. ഇപ്പോൾ പശുവിൻ്റെ ഈ മാറ്റിൻ്റെ കാര്യം തന്നെ ഞാൻ അതിൻ്റെ 2 വർഷക്കാലം കൊണ്ട് അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തരാമെന്ന് പറയുന്നതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങൾ ഇന്ന് വരെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ ഇനി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് കിട്ടും, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥ ഉണ്ടാകുന്നുണ്ട്. അവർ വേണ്ടുന്ന രീതിയിൽ ക്ഷീരകർഷകർക്ക്
ഒരു നല്ല സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. നേപ്പാൾ സ്വദേശികളായ 5 പേരാണ് വിജയ ഫാമിലെ സ്ഥിരം തൊഴിലാളികൾ. കുടുംബത്തിൻ്റെ പിന്തുണയും വിജയനുണ്ട്. ഇത് പിന്നെ 5 പേര് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ നേപ്പാൾ സ്വദേശികളാണ് 5 പേരും. അവർ എനിക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് നല്ല രീതിയിൽ കൂടെ. കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ഇതുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിട്ടില്ല. കാര്യം ഒരു ദിവസം പോലും അവരെ ആരെയും ഇവിടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നിർത്തിയിട്ടില്ല. കുടുംബം അത് വേറെ കാര്യം. ഇവിടെ അതുമായിട്ട് ബന്ധിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ മറ്റാൾക്കാർ ജോലി ചെയ്യുമായതുകൊണ്ട് കുടുംബമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നെങ്കിലും കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരി ഭർത്താവുമാണ്. അവരുടെ ഒരു ഫുൾ സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറുകുന്നം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് വിജയൻ പാലളക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷത്തിലധികം ലിറ്റർ പാലളന്ന തിരുവനന്തപുരം മേഖലയിലെ മികച്ച ക്ഷീരകർഷകനായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വിജയ ഡയറി ഫാം കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷത്തിൽ പരം ലിറ്റർ പാല് അളന്നുകൊണ്ട് തിരുവനന്തപുരം മേഖലയിലെ ഏറ്റവും മികച്ച ക്ഷീരകർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ശ്രീ വിജയൻ. അതിനകത്തിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം നമ്മളെടുത്ത് പ്രത്യേകം തന്നെ പറയേണ്ട കാര്യമാണ്. പശുക്കൾക്ക് പുറമെ 2500 കോഴികളെയും വിജയൻ വളർത്തുന്നുണ്ട്. നാലു മാസം മുമ്പാണ് പോൾട്രി ഫാം തുടങ്ങിയത്. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി 40 ദിവസം വളർത്തി വിൽക്കുകയാണ് പതിവ്. $2500 കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി കൈമാറുമ്പോൾ എല്ലാ ചെലവും കഴിച്ച 1 ലക്ഷം രൂപയിലധികം ലഭിക്കുമെന്ന് വിജയൻ പറയുന്നു. അതായത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വരുത്തിയിട്ട് 40 ദിവസമാണ് അതിൻ്റെ വളർച്ച. 40 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് ഹോൾസെയിലായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. 2500 കോഴിയോളം ഒരു പ്രാവശ്യം വളർത്തത്തക്ക രീതിയിലുള്ള ഷെഡാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. 2500 കോഴിയെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു 2.5 കിലോ 2.25 കിലോ 3 കിലോയ്ക്കുള്ളിൽ വരുന്ന സമയത്താണ് അത് 40 ദിവസം ആകുമ്പോഴത്തേന് ഏതാണ്ട് ആവറേജ് ആ കിലോയിലെത്തും. അപ്പം നമ്മളത് വിവരം അറിയിച്ച് കഴിയുന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് മൊത്തമായിട്ട് എടുത്തിട്ടാണ് സപ്ലൈ നടത്തുന്നത്. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഏറ്റവും സാധ്യതയുള്ള മേഖലകളാണ് ഡയറി ഫാമും പോൾട്രിയും എന്നാണ് വിജയന്റെ അഭിപ്രായം. ഡയറി ഫാം വികസിപ്പിച്ച 100 പശുക്കളെ വളർത്താനാണ് ഉദ്ദേശം. കേരളത്തിലെ ഏറ്റവും മികച്ച ക്ഷീരകർഷകനായി അറിയപ്പെടാനാണ് വിജയന്റെ ആഗ്രഹം. അതിനാണ് പരിശ്രമവും. അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമുള്ളതാണ് ക്ഷീരോത്പാദന മേഖലയെന്ന് വിജയൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മണ്ണിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട്ടെ മലബാർ ഗ്രൂപ്പിൻ്റെ ജൈവ കൃഷിയിടത്തിലേക്ക്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായാണ് ജ്വല്ലറി രംഗത്തെ പ്രമുഖരായ മലബാർ ഗ്രൂപ്പ് ജൈവ കൃഷി രംഗത്തേക്ക് കടന്നത്. കോഴിക്കോട്ടെ 70 ഏക്കറോളം സ്ഥലത്താണ് പച്ചക്കറിയും മറ്റു വിളകളും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത്. കോഴിക്കോട് പെരിങ്ങളത്താണ് മലബാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മൊണ്ടാന എസ്റ്റേറ്റ്. ഇതിൽ 7 ഏക്കറോളം സ്ഥലത്താണ് ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. വിഷലിപ്തമായ പച്ചക്കറികളിൽ നിന്നുള്ള മോചനമാണ് ഇതിലൂടെ മലബാർ ഗ്രൂപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിൽ പൊതുവെ കൃഷിയിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോകുമ്പോൾ
ജനങ്ങൾക്കൊരു പ്രോത്സാഹനമായി നൽകുവാണ് ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് എന്നുള്ള നിലക്ക് മലബാർ ഈ ഉദ്യമത്തിന് പ്രധാനമായും രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക്, നമ്മുടെ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിഷമയമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു മോചനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും കൂടിയുണ്ട്. ഇത് മലബാർ പോലൊരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ മറ്റാളുകൾക്ക് ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ബൃഹത്തായ രീതിയിലേക്ക് ഇത്തരത്തിലൊരു പരിപാടി മലബാർ ആലോചിച്ചിട്ടുള്ളത്. എസ്റ്റേറ്റിലെ ചെരിവുള്ള ഭൂപ്രദേശത്താണ് മുഖ്യമായും ജൈവ കൃഷി നടക്കുന്നത്. കുറേ വർഷമായി കൃഷി ചെയ്യാതെ കാട് പിടിച്ചു കിടന്ന സ്ഥലമായതിനാൽ ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇവിടുത്തേത്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു കൃഷിയും ചെയ്യാതിട്ട് തരിശ് പോലെ ആക്കിയിട്ട് കാട് നിറഞ്ഞുള്ളൊരു പ്രദേശമായിരുന്നു ശരിക്കും. ഇപ്പോൾ ഇത് 3 വർഷത്തോളമായി ഏകദേശം ഞങ്ങൾ ഈ ഫാമിലേക്ക് ഏർപ്പെട്ടിട്ട്, ഓർഗാനിക് ഫാം എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ചെയർമാൻ്റെ ഒരു സ്വപ്നമാണ് ശരിക്കും. ഇപ്പോൾ ചെയർമാൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ കൃഷികളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മായവും ചേർക്കാതെ കംപ്ലീറ്റ് ഓർഗാനിക്കായിട്ട് മാത്രം ചെയ്യാനുള്ളതാണ്. ഒരു രാസവളമോ ഒരു രാസകീടനാശിനി ഒന്നും ഈ മണ്ണിൽ ഇന്ന് വരെ തൊടിയിച്ചിട്ടില്ല ഈ മലബാർ ഗ്രൂപ്പ് വാങ്ങിയതിന് ശേഷം. അതിൻ്റെ മുമ്പ് ഇതിങ്ങനെ കഞ്ഞിയ മണ്ണായി എന്ന് പറഞ്ഞല്ലോ, ഒരു കൃഷിയും ചെയ്യാതിട്ട് കാട് പിടിച്ച് തരുന്ന സ്ഥലമായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവിടെ വെറും കൊടും കാടായിരുന്നു. പച്ചക്കറികളിൽ പയറും പച്ചമുളകുമാണ് ഇപ്പോൾ വിളഞ്ഞു നിൽക്കുന്നത്. വെണ്ടയും തക്കാളിയും നട്ടിട്ടേയുള്ളൂ. മരച്ചീനിയാണ് നല്ല വിളവ് നൽകുന്ന മറ്റൊരു കൃഷി. കൃഷിയിടത്തിലുടനീളം മുരിങ്ങയും പപ്പായയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൂൾ സീസൺ വെജിറ്റബിൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒക്ടോബർ മാസം ഞങ്ങൾ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ് ഇതെല്ലാം ഞങ്ങളിവിടെ കൃഷി ചെയ്യാറുണ്ട് കൂൾ സീസൺ സമയത്ത്. അത് ഒക്ടോബർ മാസം. പിന്നെ പാവൽ, പടവലം, ഇളവൻ, മത്തൻ, വെള്ളരി, ഈ എല്ലാ പച്ചക്കറിയിലെ ഒരുവിധങ്ങളെല്ലാം ഞങ്ങളിവിടെ ചെയ്യാറുണ്ട്. പിന്നെ ചുരങ്ങ ചെയ്യാറുണ്ട്, പീച്ച് ചെയ്യാറുണ്ട്, പിന്നെ കോവൽ ചെയ്യുന്നുണ്ട്, വെണ്ട, ഇതെല്ലാം ഇവിടെ ചെയ്യാറുണ്ട്. രാസവളങ്ങൾക്കും രാസകീടനാശിനികൾക്കും ഈ കൃഷിയിടത്തിൽ പ്രവേശനമില്ല. നാടൻ പശുക്കളുടെ ചാണകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതമാണ് മുഖ്യവളം. ഇതിനായി കാസർഗോഡ് കുള്ളനിനത്തിൽപ്പെട്ട 5 നാടൻ പശുക്കളെ ഇവിടെ തന്നെ വളർത്തുന്നുണ്ട്. കീടനിയന്ത്രണത്തിനും ജൈവ രീതികൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഈ പാലേക്കറിലെ ആ ഫോർമുല ഉപയോഗിച്ചുള്ള ജീവാമൃതം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തളിക്കും. പിന്നെ അതിൻ്റെ മൂത്രം ചാണകം ഇതാക്കിയിട്ടൊക്കെ തളിക്കും. ഇത് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ കീടനാശിനിക്ക് പോലെ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ കർമൂസല്ലേ നമ്മളെ പപ്പായൻ്റെ ഇല വെടിപ്പീന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേപ്പിൻ്റെ കുരു അരച്ച് കലക്കിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേപ്പെണ്ണ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഈ തളിക്കാറുണ്ട്. ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂവെങ്കിലും മണ്ണ് ഫലഭൂയിഷ്ടമായതിനാൽ മികച്ച വിളവ് ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വളവും നൽകാതെയാണ് മരച്ചീനിയും മറ്റും സമൃദ്ധമായി ഉണ്ടാകുന്നത്. ഒരു 2000 പേരുടെ കപ്പ പഠിച്ചിട്ടുണ്ട്. കപ്പയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഈൽഡായിപ്പോയി. ഈൽഡ് വെച്ചാൽ ഒരു 8 കിലോ 9 കിലോ 10 കിലോ ഒക്കെ കിട്ടുന്നതന്നെ കംപ്ലീറ്റ് അതിശയപ്പെട്ടു നമുക്ക്. എന്താ വെച്ചാൽ രാസവളം ഇട്ടാണോ എന്ന് ആൾക്കാർ ചോദിച്ചു പോകും. എന്താ വെച്ചാൽ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ശരിക്കും. അത് കപ്പയ്ക്ക് ഞങ്ങളൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു വളം പോലും ഇടാണ്ട് ഈ മണ്ണിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടായതാണ് ശരിക്കും. പിന്നെ ചീര ഞങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചീര ഈ ചുവപ്പും പച്ചയൊക്കെ ആയിക്കൊണ്ടുള്ള അതൊക്കെ ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ ഒക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ഈ ഡയറക്ടേഴ്സും പിന്നെ ഈ ഓഫീസ് സ്റ്റാഫും
എല്ലാം നിങ്ങൾ കൊണ്ടുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. ആവശ്യക്കാർക്ക് ഓൺലൈനിലൂടെ പച്ചക്കറി വാങ്ങുന്നതിനും സൗകര്യമുണ്ട്. സാമ്പത്തിക ലാഭം മാത്രം നോക്കിയല്ല ജൈവ കൃഷി നടത്തുന്നതെന്നും മലബാർ ഗ്രൂപ്പിന്റെ ചുമതലക്കാർ പറയുന്നു. കൃഷിയിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ കൂടി കണക്ക് കൂട്ടണം. അപ്പോഴാണ് കൃഷി എന്നുള്ള ഈ രീതി അവലംബിക്കുന്നത്. ഇപ്പം ക്യാൻസറൊക്കെ വളരെ പെരുകുന്ന ഒരു കാലത്ത് നമ്മൾ ആരോഗ്യ രംഗത്ത് ചിലവഴിക്കുന്ന പൈസയൊക്കെ ലാഭിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ലാഭനഷ്ടക്കണക്ക് കൂട്ടിയാലല്ല, ഇതൊരു വലിയ സേവനം കൂടിയാണ്. നമ്മുടെ മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ സംരക്ഷിക്കാനാകുന്ന വലിയൊരു ഉദ്യമമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് മലബാർ ഗ്രൂപ്പ് കരുതുന്നത്. അതിന് ലാഭനഷ്ടം. കൃഷിയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഒരു പോളി ഹൗസും ഇവിടെ പണിതിട്ടുണ്ട്. ഇതിനകത്ത് വിളകൾ നട്ടിട്ടേയുള്ളൂ. പോളി ഹൗസിലും ഓർഗാനിക് ഫാമിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോളി ഹൗസ് ഓർഗാനിക് രീതിയിൽ നമ്മൾ ചെയ്തു കൊണ്ടുവരികയാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബയോ കൺട്രോൾ ഏജൻസാണ്. ഏറ്റവും കൂടുതൽ മണ്ണിൽ കാണുന്ന സൂക്ഷ്മാണുക്കളെ നമ്മൾ പ്രത്യേകം പോളി ഹൗസിൽ നിക്ഷേപിക്കുകയാണ്. അത് ചെടിക്ക് രോഗം വരാതിരിക്കാനും റെസിസ്റ്റൻ്റ് പവർ കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ രോഗാണുക്കളാണ്. ഇത്തരം രോഗാണുക്കളെ നമ്മൾ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോയിലിൽ. പിന്നീട് നമ്മൾ മറ്റ് രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കാരണം നമ്മൾ ജീവാമൃതം, പിന്നെ പഞ്ചഗവ്യം എന്ന് തുടങ്ങിയ ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. മണ്ണിൽ ഒരിടവേള കൂടി. മണ്ണിലിനി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയിൽ ഗ്രാൻഡ് 9 വാഴയുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. ഒരു തൈക്ക് 20 രൂപയാണ് വില. താൽപ്പര്യമുള്ളവർ 0487 243856 അല്ലെങ്കിൽ 243857 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ വേര് പിടിപ്പിച്ച മേൽത്തരം കുരുമുളക് വള്ളികൾ വിൽക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2374 755 എന്ന നമ്പറിൽ വിളിക്കുക. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മുൻ എപ്പിസോഡുകൾ കാണാനും പ്രതികരണങ്ങൾ അറിയിക്കാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.